என்னுடைய மூணார், இந்த மூணாரை நான் தான் பாதுகாக்கணும், நான் பிறந்தது வளர்ந்தது சாக போகிறது நான் மூணார் அப்படின்னு சொன்னோன்னா இதுக்கு ஒரு மகத்துவம் இருக்கும். മണ്ണാണ് പ്രശ്നം. മണ്ണിന്റെ അവകാശമാണ് പ്രശ്നം. അതിജീവനത്തിനായി അവസാന കുതിപ്പിന് തളർന്നു നിൽക്കുന്ന തോട്ടം തൊഴിലാളിക്കും സ്വന്തമെന്ന് കരുതുന്ന മണ്ണിൽ ആശങ്കയോടെ മാത്രം അന്തിയുറങ്ങുന്ന കുടിയേറ്റ കർഷകനും മണ്ണാണ് പ്രശ്നം. മണ്ണ് മാത്രമാണ് പ്രശ്നം. ആരാണ് ഹൈറേഞ്ചിലെ ഭൂമിയുടെ അവകാശികൾ? ഭൂപ്രശ്നം മൂന്നാറിൻ്റേത് മാത്രമല്ല, ഹൈറേഞ്ചിൻ്റേതാണ്. ഹൈറേഞ്ചിൻ്റെ ഭൂമി സംരക്ഷിക്കപ്പെടേണ്ടത് സർക്കാരിൻ്റെ മാത്രം ആവശ്യമല്ല, തലമുറകളുടെ ആവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഇടുക്കിയുടെ ജനപിന്തുണ കിട്ടാതെ പോകുന്നത്? ഒഴിപ്പിക്കലിനെ എതിർക്കുന്നവരെല്ലാം കയ്യേറ്റക്കാരാണോ? ഇടുക്കിയിൽ മൊത്തം കയ്യേറ്റക്കാരാണെന്ന മലയാളിയുടെ പൊതുബോധം ശരിയാണോ? അല്ല. കേരളത്തിന്റെ മറ്റേതെങ്കിലും പ്രദേശത്ത് ജീവിക്കുന്നവരെക്കാൾ അരക്ഷിതരാണ് ഇടുക്കിയിലെ ജനങ്ങൾ. 70% പേരും ഏതെങ്കിലും തരത്തിൽ ഭൂപ്രശ്നം അനുഭവിക്കുന്നവരാണ്. 5ഉം 6ഉം തലമുറ ജീവിച്ചു മരിച്ചിട്ടും ഭൂമിയുടെ അവകാശം വിധിക്കപ്പെട്ടിട്ടില്ലാത്തവർ. அங்கேருந்து ஒருத்தன் இங்கிட்டிருந்து 10 பேர் கொடி பிடிக்கிறான், இங்கிட்டிருந்து 10 பேர் கொடி பிடிக்கிறான். நான் பார்ட்டி சொல்ல விரும்பலை. ஏன்னு கேட்டிங்கன்னா மூணாறுடைய யதார்த்தம் என்னன்ற சத்தியாவசை தெரியணும். இப்போ சாரா ஜோசப் எங்கேயோ இருந்து வந்து இங்கே கற்று மூணாறுடைய சரத்தில் இந்த அம்மாவுக்கு எதுவும் தெரியுமா? தமிழ்நாட்டிலேருந்து ஒரு பிஜேபியில் தமிழ்ச்செல்வம் அம்மான்னு ஒன்று வந்து பேசுது, மூணாரை பற்றி எதுவும் தெரியுமா? அதுக்கு இந்த கோமதி தான் இருக்காங்களே, அவங்களுக்கு வயசு எத்தனை என்ன ஏது, அவங்களுக்கு மூணாரை பற்றி எதாவது தெரியுமா? ஒன்றுமே தெரியாது. மூணாறுடைய சத்தியாவசை சரித்திரம் இது எப்படி உருவாச்சு? இந்த மூணார் அந்த காலத்தில் என்னன்னு கேட்டிங்கன்னா, இந்த கல் தோண்டி மண் தோண்டா காலத்துக்கு முன்பு அந்த வெள்ளைக்காரன் இருந்தால் பார்த்தீங்களா, அவனுடைய கக்கூசுக்கு இருந்துன்னு அந்த பேப்பரை சமந்துட்டு வந்தவன் இது வழி வந்த குரங்கனு வழி கண்ணனும் தேவனும். அவன் வெள்ளைக்காரன் நன்றி உலகம், அதனால தான் கண்ணன் தேவன் பேர் வச்சான். இருக்கு கேட்டிங்களா, நம்மெல்லாம் அப்படி செஞ்சுருக்க மாட்டோம். இன்றைக்கி ஒவ்வொரு ஏரியாவை கண்டுபிடிச்சி இவ்வளவு தூரத்துக்கு முன்னேற்றம் நடக்குன்னா அது காட் பிளஸ், அவர் கொடுத்த வரம் இது மூணாருக்கு. அதை நம்ம யாருமே மிஸ்யூஸ் பண்ணக்கூடாது. கேட்டிங்களா, மூணாரை இன்னும் எவ்வளவு டெவலப்மெண்ட் பண்ண முடியும்னு சொன்னேன். அதில் வந்ததில் ஒரு பெரிய தவறுகள் வந்தது எல்லா அரசியல் கட்சிகளுக்கும் வந்திருக்கு. ஒரு கட்சி நான் சொல்லலை, எல்லா அரசியல் கட்சியும் மாறி மாறி வந்த சர்க்கார்கள் முழுவதும் மூணாரை அவாய்ட் பண்ணதுனால தான் ഇവള് ഇത് വന്നത്. കേരളത്തിന്റെ പൊതുബോധത്തിനനുസരിച്ചല്ല ഹൈറേഞ്ചിന്റെ മനസ്സ് സഞ്ചരിക്കുന്നത്. മറ്റു ജില്ലകളിലേതുപോലെ തൊഴിലവസരങ്ങളുടെ വൈവിധ്യവും ഇടുക്കിയിലില്ല. 10 ലക്ഷത്തിലേറെ വരുന്ന ഒരു ജനതയാണവർ. പോകാൻ വേറെ ഇടമില്ലാത്തവർ. ഏതാനും കയ്യേറ്റക്കാരായ മുതലാളിമാരുടെയും സർക്കാരിന്റെയും രാഷ്ട്രീയ മുതലെടുപ്പുകാരുടെയും തട്ടിപ്പിനും താൽപര്യത്തിനുമനുസരിച്ച് ഞെരിഞ്ഞമരുന്നവർ. മണ്ണിന്റെ അവകാശം പലതരത്തിൽ തരംതിരിച്ച് അനുഭവിക്കുന്നവരാണ് ഹൈറേഞ്ചുകാർ. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ പൊതുബോധമല്ല ഇടുക്കി ജില്ലയിലുള്ളവർക്കുള്ളത്. കാരണം 70%-ലേറെ പേർ ഏതെങ്കിലും തരത്തിലുള്ള ഭൂപ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് കണ്ണെത്തുന്ന ദൂരം ഒരു ചാൽ നടന്നാൽ 5, 8, 10 തരത്തിലുള്ള ഭൂമിയും ആ ഭൂമിയിൽ അധിവസിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും. വ്യത്യസ്തമാണ് സാഹചര്യം. ഈ എൻ്റെ വലതുവശത്ത് കാണുന്നത് ഒരു CHR പട്ടയമാണ്, ഇടതുവശത്ത് കാണുന്നത് LA പട്ടയമാണ്. ഭൂമി കാഴ്ചയിൽ ഒരു വ്യത്യാസവും നൽകുന്നില്ല, പക്ഷേ അതിൻ്റെ തരത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് അവസ്ഥ. ഇത് പലപ്പോഴും ഈ വിഷയത്തിന് വേണ്ടി വാദിക്കുന്നവർ അവതരിപ്പിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തിരി വട്ടത്ത് ചുറ്റും നോക്കിയാൽ ഭൂപ്രകൃതിയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പക്ഷേ ഏലത്തോട്ടം പട്ടയം അഥവാ CHR പട്ടയം, കുത്തകപ്പാട്ട ഭൂമി, കൈവശരേഖയുള്ള കുടിയേറ്റ ഭൂമി, പുൽമേട് പട്ടയം അഥവാ ലാൻഡ് അസൈൻമെന്റ് പട്ടയം, ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശം, കൈമാറ്റം ചെയ്യാനാവാത്ത പട്ടയം, ആദിവാസി ഭൂമി, വൻകിട തോട്ടഭൂമി, വനഭൂമിയുടെ വിരിവ്, KSEB ഭൂമി എന്നിങ്ങനെ ഭൂമിയുടെ നിർവചനം പലതാണ്.
ഇവിടെയൊക്കെ മനുഷ്യജീവിതങ്ങളുണ്ട്. എപ്പോഴും ഇറങ്ങിക്കൊടുക്കാൻ ഒരു നോട്ടീസ് പ്രതീക്ഷിക്കുന്നവർ. കുടിയേറ്റക്കാരും കുടികിടപ്പുകാരുമാണ് അവർ. അവരുടെ ഭൂപ്രശ്നം പരിഹരിക്കാതെ നടത്തുന്ന എല്ലാ ഒഴിപ്പിക്കൽ നടപടികളെയും അവർ സംശയത്തോടെ കാണും. സർക്കാർ ഭൂമി ഇത്രയധികം വർഷം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചു വിടുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് എവിക്ഷൻസ് കണ്ടു. സമ്മറി എവിക്ഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആളുകളെ കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കുക. സമ്മറി എവിക്ഷൻ മൂന്നാറിൽ വേണ്ട എന്നാണ് സർക്കാരും കോടതിയും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്താൽ അവർ ഇത്രയും കാലവും കൈവശം ഇരുന്നതിൻ്റെ ചില രേഖകളുമായി കോടതിയിൽ പോയി ഒരു സ്റ്റേ സമ്പാദിക്കും. ഈ ദേവികുളത്തിൽ തന്നെ ദേവികുളം എന്ന സ്പെല്ലിങ് പോലും ശരിയാകാത്ത രീതിയിലുള്ള കൈവശ സർട്ടിഫിക്കറ്റുകൾ ആളുകളുടെ കൈവശമുണ്ട്. ശിവകാശിയിലടിച്ച കൈവശ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സീലുള്ളതും ഇല്ലാത്തതും. ഇതൊക്കെ മതി ഒരു സ്റ്റേ കിട്ടാൻ. സ്വാഭാവികമായിട്ടും കേസ് നടക്കും. ഈ സർക്കാർ പോകുന്നവരെ കുറച്ച് തള്ളിക്കൊണ്ടു പോയാൽ ഒരു പക്ഷേ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഏതാണ്ട് ഇല്ലാതാക്കാൻ കഴിയും. കോടതി ഇടപെടലില്ലാതെ അഥവാ അവിടെ ജയിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ട് വേണം ഈ എവിക്ഷൻ തുടങ്ങാൻ. അതറിയാത്തവരല്ല സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും, അതറിയാത്തവരല്ല ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ അത് അറിയാത്തവർ മലകയറി വന്ന മാധ്യമപ്രവർത്തകരും അവർ പറയുന്നത് മാത്രം കേട്ട് രൂപപ്പെടുന്ന പൊതുബോധവുമായിരിക്കും. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഉദ്യോഗസ്ഥൻ ആത്മാർത്ഥമായി ആരംഭിച്ച കയ്യേറ്റമൊഴിപ്പിക്കൽ അട്ടിമറിക്കപ്പെട്ടതും ഹൈറേഞ്ചിന്റെ ആശങ്കകളെ ഊതിപ്പെരിപ്പിച്ച നീക്കങ്ങളിലൂടെയും വാർത്തകളിലൂടെയുമാണ്. പാപ്പാത്തിച്ചോലയിലെ കുരിശ് നീക്കം ചെയ്തതിലൂടെ വലിയൊരു കയ്യേറ്റ സാധ്യതയാണ് സബ് കളക്ടർ ഇല്ലാതാക്കിയത്. இயற்கை செல்வங்கள் பொருந்திய இந்த மூணாரும் அழிக்கிறதுக்கு பலரும் பல விதமான அரசியலை வச்சு விளையாடுறாங்க. அது சரியில்லை. இப்போ பார்த்தீங்களா, நீங்கள் பார்த்தீங்களா, பாப்பாத்தி சோலையில் ஒரு குருசு, அதுக்கு பின்னுக்கு 200 ஏக்கர் இடம் கையேற்றம். அது ஆக்சுவலாയിട്ടുള്ള கையேற்றம். அது யாரும் இல்லைன்னு சொல்ல முடியாது. அவர் என்ன பெரிய ஊழியம் செய்கிறாரு. எதுக்கு பின்னுக்கு சிலுவைக்கு பின்னுக்கு இருந்த ஊழியம் செய்கிறார். ഇല്ലാത്ത കോടതി ഉത്തരവുകളുടെ പേരിൽ പ്രവർത്തിച്ചിരുന്ന പാറമടകൾ പൂട്ടിയതും ഉജ്ജ്വലമായ നടപടികളായിരുന്നു. പക്ഷേ CPM-നെതിരെ പ്രയോഗിക്കാവുന്ന രാഷ്ട്രീയ ആയുധമായി കൂടി മൂന്നാർ നടപടികളെ കാനം രാജേന്ദ്രൻ കണ്ടതോടെ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ ഒഴിപ്പിക്കൽ നടപടികൾ പാളം തെറ്റിയെന്ന് നിസ്സംശയം പറയാം. റവന്യൂ വകുപ്പ് അവസാനം തയ്യാറാക്കിയ വൻകിട കയ്യേറ്റക്കാരുടെ പട്ടിക പരിശോധിച്ചാൽ അത് വ്യക്തമാവും. ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റിൽ 1/4 സെൻറ്റ് മുതൽ തുടങ്ങുകയാണ് കയ്യേറ്റക്കാരുടെ എണ്ണം. ഇപ്പോൾ നമ്മൾ MG റോഡിൽ കൊച്ചിയിൽ നോക്കിയാൽ 1/4 സെൻറ്റ് കയ്യേറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതല്ലല്ലോ മൂന്നാറിലെ പ്രശ്നം. മൂന്നാറിലെ പ്രശ്നം വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണെങ്കിൽ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ വൻകിട എന്ന് ബോധ്യം വരണം. അത് വളരെ ഇൻഡിപെൻഡൻ്റായി ഈ വിഷയം കേൾക്കുന്ന ഒരു കോടതിക്ക് കൂടി ബോധ്യമാവുന്ന തരത്തിലായിരിക്കണം സർക്കാർ പ്രവർത്തിക്കേണ്ടത്. പാർട്ടി പൊളിറ്റിക്സ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. അത്തരത്തിലൊരു കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി വളരെ ശക്തമായ, നിയമം അറിയാവുന്ന ഒരു ടീം സ്പിരിറ്റോടുകൂടി ചെയ്താൽ മാത്രമേ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കൂ. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൈയെഴുതാം, കോടതി ഇടപെട്ടിരിക്കുന്നു, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ഒന്നും നടന്നില്ല. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ കൈവശം വച്ചിരിക്കുന്ന 1/2 സെന്റിൽ താഴെയുള്ള ഭൂമി പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ കണ്ടെത്തിയ ഒരൊറ്റ കയ്യേറ്റക്കാരന്റെ പേര് പോലും ഈ പട്ടികയിലില്ല. 10 സെന്റിൽ താഴെ കൈവശം വച്ചിരിക്കുന്നവരാണ് പട്ടികയിൽ അധികവും. പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വെള്ളൂക്കുന്നേൽ കുടുംബമോ ടിസൻ തച്ചങ്കരിയോ CPM നേതാവ് VX ആൽബിനോ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയുടെ പൂർണ്ണ വിവരം പട്ടികയിലില്ല എന്നതും വാസ്തവമാണ്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എർത്തൻ ഡാമായ ആനയിറങ്കൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം. ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് 611 ഹെക്ടർ ഭൂമി വ്യത്യസ്ത വ്യക്തികൾ കയ്യേറിയിരിക്കുന്നു എന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും ഒടുവിലെ കണക്ക്. കൃത്യമായി ആര് കയ്യേറിയിരിക്കുന്നു എന്ന് ആ കണക്കിൽ പറയുന്നില്ല. പക്ഷേ 1/2 സെൻറ്റുകാരനെ പോലും കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ 611 ഹെക്ടർ കയ്യേറിയവരുടെ പേര് വിവരങ്ങളില്ല എന്നത് സംശയമുണർത്തുന്നുണ്ട്. ഇത്തവണത്തെ ഭൂമി ഒഴിപ്പിക്കൽ ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. തലമുറകളായി 10 സെന്റിൽ താഴെ കൈവശം വച്ചിരിക്കുന്നവരുടെ പേര് കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പുറത്തുവിടുന്നത് അവരെ ഇളക്കാൻ തന്നെയാണ്. അവരിളകിയാൽ നാടിളകും, നാടിളകിയാൽ ഒഴിപ്പിക്കൽ മുടങ്ങും.
ഈ അടവ് നയം റിസോർട്ട് മാഫിയയുടെ അണിയറ നീക്കമാണോ എന്ന് തന്നെ സംശയിക്കണം. ഇപ്പോഴത്തെ എൻക്രോച്ച്മെൻറ്റ് ലിസ്റ്റ് കളക്ട് എടുത്തിട്ടുണ്ട്. അതിൽ 154 പേര് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥ പിന്നെ കയ്യേറ്റ ഭൂമികളിലുള്ള സ്ഥലം ഇത് കാണുന്നില്ല. 6 സെൻറ്റ് ഭൂമി എങ്ങനെയാണ് കയ്യേറ്റമാവുക? അത് ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുകയാണ് 10 സെൻറ്റ് വരെ ആവാം, കുടികിടക്കാൻ വീടില്ലാത്ത ആൾക്കാർക്ക് 10 സെൻറ്റ് വരെ ആവാമെന്ന് ഗവൺമെൻറ്റിൻ്റെ ആശയം ഉൾക്കൊണ്ട് തന്നെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ കളക്ടർ എടുത്ത ലിസ്റ്റിൽ ഇങ്ങനെ 10 സെൻറ്റ് ഉണ്ട്, 5 സെൻറ്റ് ഉണ്ട്, 2 സെൻറ്റ് ഉണ്ട്, 3 സെൻറ്റ് ഉണ്ട്, 6 സെൻറ്റ് ഉണ്ട്, അതിനേക്കാൾ കുറഞ്ഞ സ്ഥലങ്ങളും ഉള്ള ആൾക്കാരും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അത് അവരെ ഒഴിവാക്കാൻ പറ്റുക? ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിജയിക്കില്ല നമ്മൾ. അതാണ്. വൻതോതിൽ ഭൂമിയുള്ള ആളുകളെ തൊടാൻ പേടിക്കുന്നതും അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തതും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാത്തതും എല്ലാം എന്തുകൊണ്ടാണ് എന്ന് പുനഃപരിശോധന നടത്തണം. അവർക്കറിയാൻ മേല എങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഇതങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ കീഴിൽ ആർക്കെങ്കിലും വെച്ച് അഭിപ്രായം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ദോഷം വരത്തക്ക നിലയിലുള്ള ലിസ്റ്റുകൾ ഉപേക്ഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. 1977 മുമ്പ് കുടിയേറിയ ഹൈറേഞ്ചിലെ കർഷകർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ശരിയായ നീക്കം. കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ ഒന്നാമത്തെ പടി പട്ടയ വിതരണം തന്നെയാണ്. ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പൊളിച്ചുമാറ്റിയ Cloud9 റിസോർട്ട്. ഇപ്പോൾ ആ റിസോർട്ടിൻ്റെതായി ബാക്കിയുള്ളത് പൊളിച്ചുമാറ്റിയ ഒരു ചുവരും ടാറിട്ട ഒരു റോഡും മാത്രമാണ്. ഏലത്തോട്ടം പട്ടയത്തിൽ തരം മാറ്റി അവിടെ റിസോർട്ട് പണിതു എന്നതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. അന്ന് റിസോർട്ടുകൾ പൊളിച്ചു മാറ്റിയതും ഭൂമി നഷ്ടപ്പെട്ടതുമായ ഒട്ടേറെ പേരുണ്ട്. അവർക്ക് ആർക്കും ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല. പക്ഷേ Cloud9 റിസോർട്ടിന് അനുകൂലമായ ഒരു കോടതി വിധി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മഞ്ജുള ചെല്ലൂർ പുറപ്പെടുവിച്ചു. സ്ഥലം മാറ്റ ഉത്തരവ് കൈപ്പറ്റിയ ശേഷമായിരുന്നു മഞ്ജുള ചെല്ലൂർ ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. VS സർക്കാരിൻ്റെ കാലത്ത് വിവാദമായ ഒഴിപ്പിക്കലിന് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നാലും അത് കയ്യേറ്റക്കാരിൽ ഉണ്ടാക്കിയത് ചെറുതല്ലാത്ത ഭയമാണ്. പക്ഷേ അതുകൊണ്ട് അവർ പിന്നാക്കം പോയൊന്നുമില്ല. നിർമ്മാണാനുമതി ലഭിക്കാത്ത പട്ടയമുള്ളതും പട്ടയമോ കൈവശരേഖയോ ഇല്ലാത്തതുമായ ഭൂമിയെല്ലാം അവർ കൈവശപ്പെടുത്തി. അതിനുശേഷം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിലുള്ള മുഴുവൻ രേഖകളും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നശിപ്പിച്ചു. എന്നിട്ട് വ്യാജരേഖ ചമച്ച് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് മലമുകളിൽ കൂറ്റൻ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കി. ഇതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് റിസോർട്ട് മാഫിയ പ്രവർത്തിച്ച രീതി. തീർച്ചയായിട്ടും മൂന്നാറിലെ എല്ലാ ഭൂമിക്കും ലാൻഡ് റെക്കോർഡ്സ് ഉണ്ട്. ഈ ലാൻഡ് റെക്കോർഡ്സിൽ പലതും കാണാതായിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലതും ലഭ്യമാണ്. ഈ ലഭ്യമായ ലാൻഡ് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല റീസർവേ നടന്നാൽ മൂന്നാറിലെ ഉൾപ്പെടെ ഇടുക്കിയിലെ ഭൂമികളെല്ലാം ഒരു കൃത്യമായ ഫോർമാറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ക്ലെയിം പലപ്പോഴും പറയുന്നത് കൃത്യമായ റെക്കോർഡ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. നിയമസഭയിൽ ഒരു ചോദ്യം വരുമ്പോൾ അന്നന്ന് കിട്ടുന്ന റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കണക്കുകൾ മാധ്യമങ്ങളിൽ വരിക. ഈ റിപ്പോർട്ടുകൾ പലതും അപ്പോൾ തയ്യാറാക്കുന്ന അപ്പം ചുട്ടെടുക്കുന്ന റിപ്പോർട്ടുകളാണ്. ആരാണ് ഓരോ ഒഴിപ്പിക്കൽ നടപടിയും ആരംഭിക്കുമ്പോൾ 8 സെന്റുകാരനായ എസ് രാജേന്ദ്രൻ MLA വീട്ടിലേക്ക് ക്യാമറ തിരിക്കുന്നത്? അവരോ അവർക്ക് പിന്നിലുള്ളവരോ ആണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരായ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തുന്നത്. അവരാണ് ഒഴിപ്പിക്കൽ നടപടികളെ അട്ടിമറിക്കുന്നത്. അവർ റിസോർട്ട് മാഫിയയാവാം, രാഷ്ട്രീയ നേതൃത്വമാവാം, ചിലപ്പോൾ മാധ്യമങ്ങൾ തന്നെയാവാം. ഒരുപക്ഷെ ഇവരെല്ലാവരും ഉൾപ്പെട്ട ഒരു കോക്കസ് ആവാം. MLAക്ക് പോലും രക്ഷയില്ല. അപ്പോൾ എന്താകും എൻ്റെ അവസ്ഥ എന്നത് തന്നെയാണ് പട്ടയം കാത്തിരിക്കുന്ന ഓരോ 10 സെന്റുകാരൻ്റെയും ആശങ്ക. നമ്മൾ അതിനകത്ത് ഒരു മനുഷ്യത്വം കാണിക്കണം. MLA എന്നുള്ള നിലയിലല്ല, എൻ്റെ എതിരാളി എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളിയാണ്. അത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. യഥാർത്ഥം എന്തെന്ന് പറഞ്ഞാൽ അയാൾ ഇതിന് അർഹതപ്പെട്ട ആളാണോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാവുള്ളൂ. ഒരുത്തന് കിടക്കാൻ വീട് വേണം, സ്ഥലം വേണം. അത് പാർട്ടിയല്ല നോക്കിയിട്ടല്ല. ഒരു ഹ്യൂമാനിറ്ററിയൻ കൺസിഡറേഷൻ ആ കാര്യത്തിൽ മനുഷ്യത്വം അതിനകത്ത് വേണ്ടതല്ലാതെ നമ്മൾ ഒരു രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ടല്ലല്ലോ ജീവിതം, മനുഷ്യ ജീവിതം അതല്ല. അതുകൊണ്ട് രാജേന്ദ്രനെ സംബന്ധിച്ചുള്ളത് ഞാൻ ബിഗിനിങ് തന്നെ പറഞ്ഞു, ഞാൻ അസൈൻമെൻറ്റ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലം കണ്ടെത്തി അനുവദിച്ചതാണ്.
ശരി, പട്ടയം കൊടുക്കേണ്ട ചുമതല ആർക്കാ? മണിക്കല്ല, അത് തഹസിൽദാരാണ്. അവരാണ് നോക്കി ഏത് സർവേയിലെ എത്ര സെൻറ്റ് എന്ന് നോക്കി കൊടുക്കേണ്ടത് അവരാണ്. അവർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയ വൈരികളായ എസ് രാജേന്ദ്രനും AK മണിയും ഒഴിപ്പിക്കൽ വിഷയത്തിൽ ഒരേ ശബ്ദമാവുന്നത് അവർ കയ്യേറ്റക്കാരും കയ്യേറ്റക്കാരെ സഹായിക്കുന്നവരുമാണ് എന്നതുകൊണ്ടാണെന്നത് ലളിതയുക്തിയാണ്. അതിനുമപ്പുറം അവർ തൊഴിലാളി സ്വത്തും പേറുന്നവരാണ്. അവർ തൊഴിലാളികൾ തന്നെയാണ്. അവരുടെ തായും തകപ്പനും പാട്ടനും തൊഴിലാളികളായിരുന്നു. 5 തലമുറ ജനിച്ചു മരിച്ചിടത്ത് പട്ടയമില്ലാത്ത 8 സെന്റ് MLA ആയ രാജേന്ദ്രനുമുള്ളൂ എന്നതുതന്നെയാണ് രാഷ്ട്രീയ ശത്രുവായ AK മണിയും തിരിച്ചറിയുന്നത്. രാജേന്ദ്രൻ്റെ ഒരു 8 സെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള ഭൂമിയില്ലാത്തവരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അവിശിഷ്ടമായ മൂന്നാർ പട്ടണത്തിലും ആയിരക്കണക്കിന്, എനിക്ക് തോന്നുന്നത് അവിടെ ഒരു 10,000 പേരെങ്കിലും എന്നെപ്പോലെ താമസിക്കുന്നവരുണ്ട്. ഈ 10,000 പേരിൽ ഒരാളായ ഞാൻ മാത്രമാണ് MLA. എല്ലാവർക്കും MLA ആകാൻ പറ്റില്ല. അങ്ങനെ MLA ആകാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ MLA ആയ ഒരാളിന് ഇതാണ് ഗതിയെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ കാണേണ്ടി വരും. ആത്മധൈര്യമില്ലാതെ ജീവിതം നശിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. 80% വരുന്ന തമിഴ് ജനതയാണ് മൂന്നാറിനെ ചലിപ്പിക്കുന്നത്. അതിലേറെയും തൊഴിലാളികൾ. അവരുടെ നേതാക്കളും അവർക്കിടയിൽ നിന്ന് തന്നെയുള്ളവരാണ്. അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു നടപടിയും മൂന്നാറിൽ പൂർത്തിയാവില്ല. സ്വന്തമായി ഭൂമിയില്ലാത്ത തോട്ടം തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് മൂന്നാർ പട്ടണത്തെ ചലിപ്പിക്കുന്നത്. താമസം ടാറ്റയുടെ ലൈൻ വീടുകളിലും തൊഴിൽ കയ്യേറ്റ മാഫിയയുടെ റിസോർട്ടുകളിലും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിപ്പിക്കൽ നടപടിയുമായി എത്തുന്നവരും ചാനലുകളും പിന്തുണയുമായി എത്തുന്ന പരിസ്ഥിതി പ്രവർത്തകരും വേലയും കൂലിയും ഇല്ലാതാക്കാനെത്തുന്ന വില്ലന്മാരാണ്. മൂന്നാറിലെ ആദ്യ പെണ്ണൊരുമ സമരകാലത്ത് VS അച്യുതാനന്ദൻ ഒഴികെ ഒറ്റ രാഷ്ട്രീയ നേതാക്കളെയും അവരടുപ്പിച്ചിട്ടില്ല. അന്ന് എസ് രാജേന്ദ്രൻ MLA തല്ലി ഓടിച്ചതാണ് പെണ്ണൊരുമക്കാർ. രാജേന്ദ്രന്റെ രാഷ്ട്രീയ അന്ത്യമെന്ന് വിധിയെഴുതിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ 6 മാസം കഴിഞ്ഞപ്പോൾ രാജേന്ദ്രൻ വീണ്ടും MLA ആയി ജയിച്ചു വന്നു. എസ് രാജേന്ദ്രന് നേരെ ഓരോ തവണ ക്യാമറ തിരിയുമ്പോഴും പാവം 8 സെന്റുകാരൻ എന്ന മൂന്നാറുകാരന്റെ വൈകാരിക അടുപ്പം ഉറയ്ക്കുകയാണ്. ഇതാണ് CHR വനമേഖലയെന്ന് പരിസ്ഥിതിവാദികളും CHR പട്ടയമെന്ന് ഇവിടുത്തെ പ്രദേശവാസികളായ കർഷകരും പറയുന്ന ഭൂപ്രദേശം. അതിനുദാഹരണമായ ഒരു ഏലത്തോട്ടമാണിത്. വലിയ മരങ്ങളുണ്ട് ഇവിടെ. അടിക്കാടിന് പകരം ഏലകൃഷിയാണ് ഇവിടെ ഉള്ളത്. ഈ മരങ്ങളെല്ലാം പ്രകൃതി തന്നതൊന്നുമല്ല, പ്രകൃതി സ്വമേധയാ കനിഞ്ഞനുഗ്രഹിച്ച് തന്നതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. മിക്കവാറും മരങ്ങൾ കർഷകർ നട്ടുപിടിപ്പിച്ചത് കൂടിയാണ്. വർഷാവർഷം ഒട്ടേറെ മരങ്ങൾ അവരുടെ കൃഷിയിടത്തിൽ കർഷകർ നട്ടുപിടിപ്പിക്കുന്ന കൂടിയുണ്ട്. കാരണം പരമ്പരാഗത കർഷകർക്ക് ഈ മരമില്ലാതെ, മരത്തിൻ്റെ തണലില്ലാതെ ഏലകൃഷി അസാധ്യമാണ് എന്നതാണ് വാസ്തവം. കയ്യേറ്റക്കാർക്കാണ് ഈ മരം മലയിറങ്ങേണ്ടത്. കെട്ടിടം പണിയാൻ നിയമം അനുവദിക്കാത്ത ഏലമരക്കാട്ടിലെ മണ്ണ് ഹൈറേഞ്ചുകാരിൽ പലരും റിസോർട്ട് മാഫിയയ്ക്ക് കിട്ടിയ കാശിന് വിറ്റവരാണ്. ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ അപ്പുറം ആ മണ്ണിൽ അമ്പരചുംബികൾ വളരുന്നത് അവർ അന്തം വിട്ട് നോക്കി നിന്നു. റവന്യൂ വകുപ്പിലെ അഴിമതിയാണ് മൂന്നാറിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രശ്നം. പണമുള്ള ആളുകൾക്ക് ഇവിടെ ഭൂമി വാങ്ങിക്കാം, ഭൂമി വിൽക്കാം, പട്ടയം സമ്പാദിക്കാം, അവിടെ പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിയാം, അതിന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ഉത്തരവുകൾ വാങ്ങിക്കാം, എന്തും ചെയ്യാം. പണമില്ലാത്തവനെ സംബന്ധിച്ച് 30-40 വർഷമായാൽ പോലും നിയമത്തിൽ പോലും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പട്ടയ അപേക്ഷകൾ തള്ളുകയോ അവർ പുറമ്പോക്കിലാവുകയോ അല്ലെങ്കിൽ ഒരു വീട് പോലും നിർമ്മിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുക. കൈവശ സർട്ടിഫിക്കറ്റിന് പോലും ദിവസങ്ങളോളം കയറി ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാവുക. അവർക്ക് വേണ്ടിയാണ് ജനപ്രതിനിധികൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഈ സാധാരണക്കാരെ എന്നും ഇതേപോലെ പട്ടയത്തിന് വേണ്ടി കേഴുന്ന ജനതയായി നിലനിർത്തിക്കൊണ്ടാണ് ഇടുക്കിയുടെ ഭൂമി രാഷ്ട്രീയം ഓരോ ഇലക്ഷനിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പയ്യെ ഹൈറേഞ്ച് കയ്യേറ്റക്കാരുടെ പിടിയിലായി. ഭൂമി കച്ചവടവും ടൂറിസവും സജീവമായതോടെ സ്വാഭാവികമായും നാട്ടുകാരും ഉഷാറായി. എല്ലാവരും വസ്തു ബ്രോക്കർമാരായി, റിസോർട്ടുകളിലെ പണിക്കാരായി,
ജീപ്പ് വിറ്റ് കാറു വാങ്ങി. കയ്യേറ്റക്കാർ എന്ന ഗണത്തിൽപ്പെടുത്തേണ്ടത് റിസോർട്ട് മാഫിയയെ മാത്രമല്ല, തോട്ടം മാഫിയയും ക്വാറി മാഫിയയും ഒക്കെ ആ പട്ടികയിൽ വരും. പാറമട മാഫിയ തുരന്ന് തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞു. ഹൈക്കോടതി നിർത്താൻ പറഞ്ഞ ക്വാറികൾ വരെ ഇവിടെ തുടർച്ചയായി 1 വർഷമായി പ്രവർത്തിക്കുന്നത് എനിക്ക് നേരിട്ടറിയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരോ പോലീസുകാരോ അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കില്ല. കൃത്യമായി പടികൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെത്തും. ജിയോളജി വകുപ്പിൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ നിയമവിരുദ്ധ ക്വാറികൾ കോടിക്കണക്കിന് രൂപയുടെ കല്ല് പൊതുഖജനാവിന് നഷ്ടമാക്കിക്കൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. തിങ്കൽക്കാട് ക്വാറി സബ് കളക്ടർ പോയി പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതുവരെ ഇവിടുത്തെ ജിയോളജിസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിയമവിരുദ്ധമായ ഖനനമില്ല എന്നാണ്. 4.5 കോടി രൂപയിലധികം നഷ്ടമാണ് ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുള്ളതാണ് പ്രാഥമികമായ അസസ്മെൻറ്റ്. ഹൈക്കോടതിയിൽ UDF സർക്കാരിൻ്റെ കാലത്ത് നിരന്തരമായി ക്വാറി കേസുകൾ തോൽക്കുകയും കോടിക്കണക്കിന് രൂപയുടെ പൊതുഖജനാവിന് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികളാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ. ഒരുപക്ഷെ ഇടുക്കിയിലെ മിക്കവാറും ആദിവാസി സമൂഹങ്ങളോളമോ അതിനേക്കാളേറെയോ ദുരിതത്തിലാണവർ. അവർക്ക് ഭൂമി വേണം, തൊഴിലും ജീവിത സൗകര്യങ്ങളും വേണം. കർഷകന് പട്ടയം കൊടുക്കുന്നതോടൊപ്പം തൊഴിലാളിക്ക് ഭൂമി വിതരണം ചെയ്യുക കൂടി വേണം. സെറ്റിൽമെന്റുകളാക്കി 8 സെന്റിലോ 10 സെന്റിലോ ഫ്ളാറ്റുകളിൽ അവരെ ഒതുക്കരുത്. അവരെ ഭൂവുടമകളാക്കണം. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ചെണ്ടകൊട്ടി താളം ചവിട്ടി ആദിവാസികൾക്ക് വിതരണം ചെയ്ത ആനക്കാട്ടിൽ ഇപ്പോൾ ആനയുമില്ല ആദിവാസികളുമില്ല എന്ന അവസ്ഥയാണ്. അതുകൂടി മനസ്സിൽ വെച്ച് ഹൈറേഞ്ചിൽ ഭൂവിതരണത്തിന് സർക്കാർ മുതിരാവൂ. சீரோ லேண்டுக்கு பட்டயம் கொடுத்துருக்காரு உம்மன் சாண்டி. அதை என்ன செய்ய முடியும்? நாக்கு வலிக்க தான் முடியும். வீடு கட்ட முடியாது, ஒன்றும் செய்ய முடியாது. இடம் இல்லை. எங்கே இருக்க பிளேஸு? ஒன்றுமே கிடையாது. அப்போ இப்படிலாம் இருக்கிறனால இது நம்ம மூணாறு நாசமாக்குறதுக்கு ചെയ്യக்கூடிய വേല. ആദ്യം സ്വന്തം മണ്ണിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഹൈറേഞ്ചിലെ കർഷകരെയും തൊഴിലാളികളെയും ബോധ്യപ്പെടുത്തണം. അതിന് പട്ടയം കൈമാറ്റാവകാശത്തോടെ നൽകണം. അതോടൊപ്പം ഹൈറേഞ്ചിലെ നിർമ്മാണത്തിന് ഏകരൂപത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരണം. അതുമാത്രം പോരാ, പുതിയ കയ്യേറ്റം എന്ന പട്ടികയിൽപ്പെടുത്തി 8 സെന്റുകാരുടെയും 10 സെന്റുകാരുടെയും പറമ്പിൽ ഉദ്യോഗസ്ഥർ നിരങ്ങുന്നത് സർക്കാർ വിലക്കിയേ മതിയാവൂ. കയ്യേറ്റക്കാർക്കും കുടിയേറ്റക്കാർക്കും ഒഴിപ്പിക്കൽ എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂവെന്ന് ഉദ്യോഗസ്ഥരെ സർക്കാർ ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ലാതെ ഹൈറേഞ്ചിലെ ഒരൊഴിപ്പിക്കലും വിജയമാവില്ല.